എന്നെപ്പോലെ തന്നെ കാണുന്ന ഒരാൾ. രാഹുലിൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി. അവൻ കൃഷ്ണയുടെ അച്ഛനെ നോക്കി. അവളെത്തിയോ? കൃഷ്ണയുടെ അച്ഛൻ പതുക്കെ തല കുനിച്ചു. രാഹുൽ ഫോണിലേക്ക് തിരിഞ്ഞു. കൃഷ്ണ, നീ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ മുറിയിൽ. ആ പെൺകുട്ടി എവിടെയാണ്? താഴെയുണ്ട്, അമ്മ അവളോട് സംസാരിക്കുകയാണ്. നീ അവളുടെ അടുത്തേക്ക് പോകരുത്, ഞാനിപ്പോൾ വരാം. രാഹുൽ, എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. സത്യം അവളോട് പറയണമെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന ഭയം. നീ പേടിക്കേണ്ട, ഞാൻ വരുന്നതുവരെ അവിടെ തന്നെ ഇരിക്കണം. കോൾ കട്ട് ചെയ്തു. രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ കൃഷ്ണയുടെ അച്ഛൻ അവൻ്റെ കൈ പിടിച്ചു. ഒറ്റയ്ക്ക് പോകരുത്, എനിക്ക് കൃഷ്ണയെ കാണണം. ഞാനും വരാം. ഇരുവരും കാറിൽ കയറി. വഴിയിലുടനീളം രാഹുലിൻ്റെ മനസ്സിൽ ഓരോരു ചിന്ത. കൃഷ്ണയുടെ ഇരട്ട സഹോദരി ജീവനോടെ ഉണ്ടെങ്കിൽ ഇത്രയും വർഷം അവളെ ആരാണ് വളർത്തിയത്? അതിലും വലിയ ചോദ്യം, എന്തിനാണ് അവൾ ഇപ്പോൾ തിരിച്ചു വന്നത്? കൃഷ്ണയുടെ വീട്ടിൽ താഴത്തെ മുറിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയായിരുന്നു. കൃഷ്ണയുടെ അമ്മ അവൾക്ക് വെള്ളം നൽകി. മോളെ, നിന്റെ പേരെന്താണ്? പെൺകുട്ടി പതുക്കെ പറഞ്ഞു, മീര. കൃഷ്ണയുടെ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ, ആ ചിരി, എല്ലാം കൃഷ്ണയെ പോലെ. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വീട്ടുകാർ? മീര തല താഴ്ത്തി. എനിക്ക് ആരുമില്ല. അപ്പോൾ നീ ഇവിടെ വന്നത്? മീര കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ബാഗിൽ നിന്നൊരു പഴയ ഫോട്ടോ എടുത്തു. ഇതെനിക്ക് വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയതാണ്. കൃഷ്ണയുടെ അമ്മ ഫോട്ടോ വാങ്ങി. അത് കണ്ടതും അവരുടെ കൈകൾ വിറച്ചു. ഫോട്ടോയിൽ കൃഷ്ണയുടെ അച്ഛനും അമ്മയും. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞും, അരികിൽ മറ്റൊരു കുഞ്ഞ്. 2 പെൺകുട്ടികൾ. കൃഷ്ണയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്? മീര അവളെ നോക്കി. ഈ ഫോട്ടോയിലെ സ്ത്രീയെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഒരുപാട് വർഷമായി ആഗ്രഹമുണ്ട്. കൃഷ്ണയുടെ അമ്മയുടെ കണ്ണുനീർ ഒഴുകി. മോളെ. മീര പതുക്കെ എഴുന്നേറ്റു. എനിക്കൊരു കാര്യം അറിയണം. എന്ത്? ഞാൻ ആരാണ്? കൃഷ്ണയുടെ അമ്മയ്ക്ക് മറുപടി പറയാനായില്ല. അപ്പോഴാണ് മുകളിലെ മുറിയിൽ നിന്ന് കൃഷ്ണ താഴേക്ക് വന്നത്. മീര കൃഷ്ണയെ കണ്ടു. ഇരുവരും പരസ്പരം നോക്കി നിന്നു. ഒരു നിമിഷം ആർക്കും ഒന്നും പറയാനായില്ല. കൃഷ്ണ പതുക്കെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയില്ല. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു പരിചയമുള്ള ഒരാളെപ്പോലെ കണ്ടതുപോലെ തോന്നുന്നു. കൃഷ്ണയുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൾ ഒരു പടി മുന്നോട്ട് വന്നു. നിന്റെ പേര്? മീര. നിന്റെ ജനന തീയതി? മീര പറഞ്ഞ തീയതി കേട്ടതും കൃഷ്ണ നിശ്ചലമായി. അത് കൃഷ്ണയുടെ ജനന തീയതി തന്നെയായിരുന്നു. അപ്പോഴേക്കും വീടിൻ്റെ വാതിൽ തുറന്നു. രാഹുൽ അകത്തേക്ക് ഓടിയെത്തി. അവൻ്റെ പിന്നാലെ കൃഷ്ണയുടെ അച്ഛനും. കൃഷ്ണ അച്ഛനെ നോക്കി. അച്ഛാ. അവളുടെ ശബ്ദത്തിലെ വേദന. എന്നോടിനി ഒന്നും മറച്ചു വയ്ക്കരുത്. അച്ഛൻ പതുക്കെ മീരയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പിന്നെ വിറയുന്ന കൈകൊണ്ട് അവളുടെ തലയിൽ കൈവച്ചു. മോളെ. മീരയുടെ കണ്ണുകളും നിറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അറിയാമോ? അദ്ദേഹം മറുപടി പറഞ്ഞു. അറിയാം. ഒരു നിമിഷം നിശബ്ദത. പിന്നെ അദ്ദേഹം കൃഷ്ണയെ നോക്കി. കൃഷ്ണ, ഇതാണ് നിന്റെ സഹോദരി. കൃഷ്ണയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ മീരയുടെ അടുത്തേക്ക് നടന്നു. ഇരുവരും ഒന്നും പറയാതെ പരസ്പരം നോക്കി. അവസാനം കൃഷ്ണ മീരയെ ചേർത്ത് പിടിച്ചു. എൻ്റെ സഹോദരിയെ ഞാൻ ഇത്രയും വർഷം എവിടെയായിരുന്നു അന്വേഷിച്ചത്? മീര അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും രാഹുലിൻ്റെ മുഖത്ത് ആശങ്ക. കാരണം അവനൊരു കാര്യം മനസ്സിലായിരുന്നു. മീരയുടെ തിരിച്ചുവരവ് യാദൃശികമല്ല. അവൾക്ക് പിന്നിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അത് തെളിയിക്കുന്നത് പോലെ മീരയുടെ ഫോൺ മുഴങ്ങി. അവൾ സ്ക്രീനിലേക്ക് നോക്കി. മുഖം പെട്ടെന്ന് മാറി. രാഹുൽ ശ്രദ്ധിച്ചു. ആരാ വിളിക്കുന്നത്? മീര ഫോൺ ഓഫ് ചെയ്തു. ആരുമില്ല. രാഹുൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ പതുക്കെ പറഞ്ഞു, മീര, നീ ഞങ്ങളോട് എന്തോ മറയ്ക്കുന്നുണ്ട്. മീര ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവസാനം അവൾ പതുക്കെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ വന്നത്. രാഹുൽ ഞെട്ടി. പിന്നെ ആരാണ് നിന്നെ അയച്ചത്? മീരയുടെ കണ്ണുകൾ കൃഷ്ണയുടെ അച്ഛനിലേക്ക് തിരിഞ്ഞു. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച അതേ മനുഷ്യൻ. മീരയുടെ വാക്കുകൾ കേട്ടതും മുറിയിൽ എല്ലാവരും നിശബ്ദരായി. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച അതേ മനുഷ്യൻ. കൃഷ്ണ പതുക്കെ മീരയുടെ കൈ വിട്ടു. ആരാണ്? മീരയുടെ കണ്ണുകളിൽ ഭയം. എനിക്ക് അയാളുടെ പേര് അറിയില്ല. രാഹുൽ ഉടനെ ചോദിച്ചു. പിന്നെ എങ്ങനെ അയാളെ അറിയാം? എന്നെ വളർത്തിയത് അയാളാണ്. കൃഷ്ണ ഞെട്ടി. നിന്നെ? മീര തല കുനിച്ചു. അതെ, ചെറുപ്പം മുതൽ ഞാൻ അയാളുടെ വീട്ടിലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കൃഷ്ണയുടെ അച്ഛൻ വേദനയോടെ ചോദിച്ചു. അവൻ നിന്നോട് എന്താണ് പറഞ്ഞത്? മീര കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. നിങ്ങളുടെ കുടുംബം എന്നെ ഉപേക്ഷിച്ചതാണെന്ന്. കൃഷ്ണയുടെ അമ്മ കരഞ്ഞു. അത് സത്യമല്ല മോളെ. മീര അവരെ നോക്കി.
ഇപ്പോൾ എനിക്ക് മനസ്സിലായി. രാഹുൽ ചോദിച്ചു. അയാൾ നിന്നെ ഇവിടെ എന്തിനാണ് അയച്ചത്? മീരയുടെ മുഖം മാറി. കൃഷ്ണയുടെ വിവാഹം നിർത്താൻ. കൃഷ്ണ ഞെട്ടി. എന്തിന്? മീര പതുക്കെ പറഞ്ഞു. രാഹുൽ കൃഷ്ണയെ വിവാഹം കഴിച്ചാൽ 15 വർഷമായി ഒളിപ്പിച്ചു വെച്ച ഒരു തെളിവ് പുറത്തു വരുമെന്ന് അയാൾക്ക് പേടിയുണ്ട്. രാഹുൽ ഉടൻ ചോദിച്ചു. എന്തു തെളിവ്? മീര അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ? പക്ഷേ ഒരു കാര്യം അറിയാം. അവൾ ബാഗിൽ നിന്നൊരു ചെറിയ കവർ എടുത്തു. ഇതെനിക്ക് തന്നത് അയാളാണ്. രാഹുൽ കവർ വാങ്ങി തുറന്നു. അതിനുള്ളിലൊരു പഴയ USB ഡ്രൈവ്. കൃഷ്ണയുടെ അച്ഛൻ അത് കണ്ടതും ഞെട്ടി. ഇത്? രാഹുൽ ചോദിച്ചു. എന്താണ്? അദ്ദേഹം പതുക്കെ പറഞ്ഞു. ഇത് 15 വർഷം മുമ്പ് ഞാൻ നഷ്ടപ്പെട്ടതാണെന്ന് കരുതിയ തെളിവാണ്. രാഹുൽ USB കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ ഇതിൽ എന്താണുള്ളത്? അത് തുറന്നാൽ എല്ലാം മനസ്സിലാകും. കുറച്ച് സമയത്തിന് ശേഷം രാഹുൽ ലാപ്ടോപ്പ് തുറന്നു. USB കണക്ട് ചെയ്തു. ഒരേ ഒരു വീഡിയോ ഫയൽ. അതും തുറന്നു. സ്ക്രീനിൽ ഒരു പഴയ മുറി. അവിടെ രാഹുലിൻ്റെ അച്ഛനും കൃഷ്ണയുടെ അച്ഛനും ഇരിക്കുന്നു. പക്ഷേ വീഡിയോയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ ഒരു മൂന്നാമത്തെ മനുഷ്യൻ മുറിയിലേക്ക് കടന്നു വന്നു. കൃഷ്ണ ഞെട്ടി. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാഹുൽ തിരിഞ്ഞു നോക്കി. എവിടെ? എൻ്റെ ബാല്യകാല ഫോട്ടോകളിൽ. കൃഷ്ണയുടെ അച്ഛൻ്റെ മുഖം മാറി. അവനാണ്. ആരാണ്? അദ്ദേഹം വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമ്മുടെ കുടുംബത്തെ തകർത്ത യഥാർത്ഥ മനുഷ്യൻ. വീഡിയോയിൽ ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേട്ടു. നിങ്ങൾ രണ്ടുപേരും സത്യം പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് പോലും സുരക്ഷയുണ്ടാകില്ല. വീഡിയോ അവിടെ അവസാനിച്ചു. മുറിയിൽ നിശബ്ദത. രാഹുൽ പതുക്കെ ചോദിച്ചു. ഇയാൾ ഇപ്പോൾ എവിടെയാണ്? മീര തല താഴ്ത്തി. ഇവിടെയുണ്ട്. എവിടെ? മീര കൃഷ്ണയെ നോക്കി. നിങ്ങളുടെ വീട്ടിന് പുറത്തല്ല, അവൾ പതുക്കെ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിനുള്ളിലാണ്. കൃഷ്ണയുടെ മുഖം വെളുത്തുപോയി. എന്ത്? അപ്പോഴേക്കും താഴത്തെ വാതിൽ അടഞ്ഞ ശബ്ദം കേട്ടു. ദം. എല്ലാവരും താഴത്തേക്ക് നോക്കി. വീട്ടിനുള്ളിൽ ആരോ ഉണ്ടായിരുന്നു. രാഹുൽ പതുക്കെ എഴുന്നേറ്റു. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. അവൻ താഴേക്ക് നടന്നു. പടിയുടെ അവസാനം എത്തിയപ്പോൾ അവിടെ ഒരു കത്ത് കിടക്കുകയായിരുന്നു. രാഹുൽ അതെടുത്തു. കത്തിൽ എഴുതിയിരുന്നത്, രാഹുൽ, വിവാഹം നിർത്തിയത് ശരിയായ തീരുമാനമായിരുന്നു. പക്ഷേ ഇനി നീ കൃഷ്ണയിൽ നിന്ന് അകലാൻ വൈകിപ്പോയി. അവൻ്റെ കൈകൾ വിറച്ചു. താഴെ മറ്റൊരു വരി. കാരണം അടുത്ത നീക്കം കൃഷ്ണയെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ്. കത്തിലെ അവസാന വരി വായിച്ചപ്പോൾ രാഹുലിൻ്റെ മുഖം മാറി. അടുത്ത നീക്കം കൃഷ്ണയെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ്. അവൻ കത്ത് മടക്കി പോക്കറ്റിൽ വെച്ചു. മുകളിലേക്ക് നോക്കി. കൃഷ്ണയും മീരയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രാഹുൽ, എന്താണതിൽ? ഒന്നുമില്ല. കൃഷ്ണ ഉടനെ താഴേക്ക് വന്നു. എന്നോട് കള്ളം പറയരുത്. രാഹുൽ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ പേടി. കൃഷ്ണ, ഇപ്പോൾ നീ എന്നെ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. രാഹുൽ ഒന്നും പറയാതെ നിന്നു. അവസാനം കത്ത് അവൾക്ക് നൽകി. കൃഷ്ണ അത് വായിച്ചു. അവളുടെ മുഖം പതുക്കെ മാറി. നിന്നെക്കുറിച്ച് എന്താണ് അയാൾക്ക് വേണ്ടത്? രാഹുൽ മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് മീര പതുക്കെ പറഞ്ഞത്, എനിക്കറിയാം. എല്ലാവരും അവളെ നോക്കി. എന്താണ്? രാഹുലിൻ്റെ കയ്യിലുള്ള ആ ലോക്കറ്റ്. രാഹുൽ ഉടൻ കഴുത്തിലെ ലോക്കറ്റിൽ കൈവച്ചു. ഇത്? മീര തലകുനിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. കൃഷ്ണ അതിശയിച്ചു. അതിനുള്ളിൽ എന്തുണ്ട്? രാഹുൽ ലോക്കറ്റ് അഴിച്ചു. എനിക്കറിയില്ല. ഇത് ചെറുപ്പം മുതൽ എൻ്റെ കയ്യിലുണ്ട്. മീര പതുക്കെ പറഞ്ഞു. അത് തുറക്കണം. രാഹുൽ ലോക്കറ്റ് സൂക്ഷിച്ച് പരിശോധിച്ചു. പിന്നിലെ ചെറിയ ഭാഗം അമർത്തിയപ്പോൾ ക്ലിക്ക്. ലോക്കറ്റ് തുറന്നു. അതിനുള്ളിൽ ഒരു ചെറിയ പേപ്പർ. രാഹുൽ അത് പുറത്തെടുത്തു. അതിൽ ഒരേ ഒരു വരി. സത്യം അറിയേണ്ട ദിവസം, കൃഷ്ണയുടെ വിവാഹ ദിവസം. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇന്ന് നടക്കേണ്ടതായിരുന്നു. രാഹുലിൻ്റെ അച്ഛൻ പതുക്കെ പറഞ്ഞു. അതെ. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം അറിയാമായിരുന്നോ? അവൻ മിണ്ടാതെ നിന്നു. കൃഷ്ണയുടെ ശബ്ദം ഉയർന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുനീരൊഴുകി. രാഹുൽ അവളുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണ, വേണ്ട. അവൾ പിന്നോട്ട് മാറി. എനിക്കിനി ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. രാഹുൽ വേദനയോടെ അവളെ നോക്കി. എന്നെയും. കൃഷ്ണ മറുപടി പറയാതെ നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പതുക്കെ പറഞ്ഞു. നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതുകൊണ്ടാണ് നിന്റെ കള്ളം എനിക്ക് ഇത്രയും വേദനിക്കുന്നത്. രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതുക്കെ പറഞ്ഞു. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതല്ല. കൃഷ്ണ നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ചില സത്യങ്ങൾ മറച്ചു വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇനിയൊന്നും മറക്കില്ല. അവൻ അവളുടെ മുന്നിൽ നിന്നു. എനിക്ക് നിന്നെ സ്നേഹമാണ്. അതിനേക്കാൾ വലിയ സത്യം എൻ്റെ ജീവിതത്തിൽ വേറെയില്ല.
കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറയാതെ അവൻ്റെ കൈ പിടിച്ചു. അപ്പോഴാണ് പുറത്തു നിന്നൊരു കാറിൻ്റെ ശബ്ദം കേട്ടത്. എല്ലാവരും വാതിലിലേക്ക് നോക്കി. ഒരു കറുത്ത കാർ വീട്ടുമുറ്റത്ത് നിർത്തി. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി. മീര അവനെ കണ്ടതും ഭയന്ന് പിന്നോട്ട് നീങ്ങി. അയാൾ? രാഹുൽ ചോദിച്ചു. ആരാണ്? മീര വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നെ വളർത്തിയ മനുഷ്യൻ. അയാൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു. വാതിൽ തുറന്നു. അവൻ അകത്തേക്ക് കയറി. കൃഷ്ണയുടെ അച്ഛനെ നോക്കി ചിരിച്ചു. 15 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സത്യം ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ലാലോ. രാഹുൽ അവൻ്റെ മുന്നിൽ നിന്നു. നീ ആരാണ്? അയാൾ രാഹുലിനെ നോക്കി. പിന്നെ പുഞ്ചിരിച്ചു. നിന്റെ അച്ഛനോട് ചോദിക്കൂ ഞാൻ ആരാണെന്ന്. രാഹുൽ അച്ഛനെ നോക്കി. അച്ഛൻ്റെ മുഖത്ത് ഭയം. അയാൾ പതുക്കെ പറഞ്ഞു. രാഹുൽ, അവൻ നിന്റെ ശത്രുവല്ല. ഒരു നിമിഷം നിശബ്ദത. പിന്നെ അച്ഛൻ്റെ കണ്ണുകൾ താഴ്ത്തി. അവനാണ് നിന്റെ യഥാർത്ഥ അച്ഛൻ. കൃഷ്ണയും രാഹുലും ഒരുമിച്ച് ഞെട്ടി. തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.